നാലുകെട്ടുകൾക്കും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പുതിയ അപ്പാർട്ട്മെന്റുകൾക്കും ഒരു ഞായറാഴ്ചയുടെ ആലസ്യം പടർന്നിരുന്നു. പാരമ്പര്യവും ആധുനികതയും കൈകോർത്തു നടക്കുന്ന ആ നഗരത്തിൽ വൈഫൈ സിഗ്നലുകളേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കല്യാണാലോചനകളായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ബന്ധുക്കളുടെ ഫോൺ കോളുകളിലൂടെയും ജാതകങ്ങൾ അതിവേഗം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അത്തരമൊരു പരമ്പരാഗത തറവാട്ടിലാണ് അനന്യ കൃഷ്ണൻ ജനിച്ചു വളർന്നത്. 28 വയസ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദം, നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ HR മാനേജർ, സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരുവൾ. എന്നാൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണിൽ അവൾക്ക് ഒരൊറ്റ വിശേഷണമേ ഉണ്ടായിരുന്നുള്ളൂ: കല്യാണം കഴിക്കാൻ ഓവർ ക്വാളിഫൈഡ് ആയവൾ. പഠിപ്പ് കൂടിയാൽ പെണ്ണിന് അനുസരണ കുറയുമെന്ന വലിയ കണ്ടുപിടുത്തം നടത്തിയവരാണല്ലോ നമ്മുടെ ബന്ധുജനങ്ങൾ. അനന്യയ്ക്ക് നാട്ടുകാരെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അവൾ ചോദ്യങ്ങൾ ചോദിക്കും. മുതിർന്നവർ പറയുന്നത് കേട്ട് മൂളുന്ന, തലയാട്ടി സമ്മതിക്കുന്ന, അടക്കമുള്ള പെൺകുട്ടികൾ ചോദിക്കുന്ന തരത്തിലുള്ള മര്യാദയുള്ള ചോദ്യങ്ങളായിരുന്നില്ല അത്. മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള, കേൾക്കുന്നവരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യങ്ങൾ. എന്തുകൊണ്ട്? ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത്? അങ്ങനെ വേണമെന്ന് ആരാണ് തീരുമാനിച്ചത്? ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരങ്ങളില്ലാതെ പലരും വിയർത്തു. അതുകൊണ്ട് തന്നെ അവളോട് തർക്കിച്ച് ജയിക്കാൻ കഴിയില്ലെന്ന് അവളുടെ അമ്മ ലക്ഷ്മിക്ക് എന്നോ മനസ്സിലായിരുന്ന കാര്യമാണ്. ആ ഞായറാഴ്ച രാവിലെ വീടൊരു പൂരപ്പറമ്പിന് സമാനമായിരുന്നു. ഉച്ച കഴിഞ്ഞു വരുന്ന അതിഥികൾക്കായി പലഹാരങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ലക്ഷ്മി. എങ്കിലും അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭയവും ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. അവർ നേരെ അനന്യയുടെ മുറിയിലെത്തി വല്ലാത്തൊരു നിസ്സഹായതയോടെ കെഞ്ചി. മോളെ അനന്യേ, എന്റെ പൊന്നല്ലേ, നീ ഇന്ന് വരുന്ന ചെറുക്കനെ ഇന്റർവ്യൂ ചെയ്യാനൊന്നും നിൽക്കരുത്. ഇതൊരു പെണ്ണുകാണലാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒത്തുവന്ന നല്ലൊരു ആലോചനയാ. അവർ വരുമ്പോൾ മുഖത്തൊരു ചിരി വേണം. ചായ കൊടുക്കണം. വളരെ പതുക്കെ, അടക്കത്തിൽ മാത്രം സംസാരിക്കണം. കേട്ടല്ലോ? കണ്ണാടിക്ക് മുന്നിൽ നിന്ന് താൻ ഉടുത്തിരുന്ന കോട്ടൺ സാരിയുടെ ഞൊറിവുകൾ ഒന്നുകൂടി ശരിയാക്കുകയായിരുന്നു അനന്യ. അവൾ പതിയെ തിരിഞ്ഞ് അമ്മയെ നോക്കി. അവളുടെ മുഖത്ത് കുസൃതി നിറഞ്ഞൊരു പരിഹാസച്ചിരിയുണ്ടായിരുന്നു. അമ്മേ, ആര് പറഞ്ഞു ഞാൻ അനുസരണയുള്ള ഭാര്യ എന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്? ഇതൊരു ജീവിതകാലം മുഴുവൻ നീളുന്ന പാർട്ട്ണർഷിപ്പാണ്. ഒരു കമ്പനിയിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ പോലും നമ്മൾ അയാളുടെ യോഗ്യതകൾ പരിശോധിക്കാറില്ലേ? അപ്പോൾ ജീവിതകാലം മുഴുവൻ കൂടെ നിർത്തേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു റൗണ്ട് ഇന്റർവ്യൂ എങ്കിലും നടത്തുന്നത് ഒരു അടിസ്ഥാന നടപടിക്രമമല്ലേ? ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്ന് വലിയ ഗൗരവത്തിൽ പത്രം വായിക്കുകയായിരുന്ന അച്ഛൻ കൃഷ്ണൻ ഇത് കേട്ട് പതുക്കെയൊന്ന് ചിരിച്ചു. പത്രത്താളുകൾക്ക് പിന്നിൽ അദ്ദേഹം ആ കള്ളച്ചിരി ഒളിപ്പിച്ചു വെച്ചു. വൈകുന്നേരം കൃത്യം 4 മണിക്കാണ് ചെറുക്കനും കൂട്ടരും എത്തേണ്ടത്. അർജുൻ മേനോൻ എന്നായിരുന്നു അവന്റെ പേര്. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്നു. നല്ല ശമ്പളം, സ്വന്തമായി ഫ്ലാറ്റ്, കാർ, സകലരും ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ. ബയോഡാറ്റയിലെ വാക്കുകൾ കടമെടുത്താൽ വളരെ ഫാമിലി ഓറിയന്റഡ് ആയ ഒരു ചെറുപ്പക്കാരൻ. ജാതകപ്പൊരുത്തത്തിൽ 10ൽ 10ഉം ചേർച്ച. അർജുനെപ്പോലൊരു ചെറുക്കനെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ബന്ധുക്കൾ ഈ ആലോചന ഉറപ്പിച്ച മട്ടിൽ മനസ്സുകൊണ്ട് കല്യാണ മണ്ഡപം വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ വീട്ടിലെ ആർക്കും കാണാൻ കഴിയാത്ത ഒന്ന് അനന്യയുടെ മുറിയിലെ മേശപ്പുറത്തുണ്ടായിരുന്നു. ആ ഞായറാഴ്ച രാവിലെ തന്റെ ലാപ്ടോപ്പിൽ നിന്നും അനന്യ പ്രിന്റ് ചെയ്തെടുത്ത ഒരു ഫയൽ. പുതിയതും വെളുത്തതുമായ ആ കടലാസിൽ ബോൾഡ് ലെറ്റേഴ്സിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: മാരേജ് കമ്പാറ്റബിലിറ്റി അസസ്മെന്റ്, കാൻഡിഡേറ്റ് അർജുൻ മേനോൻ. പെണ്ണുകാണൽ എന്ന ആ പഴയ പ്രോട്ടോകോളിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ പോകുന്ന അവളുടെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ആ ഫയൽ. കൃത്യം 4:05 ഗേറ്റിനു മുന്നിൽ ആ വെള്ള SUV വന്നു നിന്നു. പെണ്ണ് കാണാൻ പോകുമ്പോൾ മാത്രം നമ്മൾ മലയാളികൾ കാണിക്കുന്ന ആ വിചിത്രമായ സമയനിഷ്ഠ അർജുന്റെ കുടുംബവും കൃത്യമായി പാലിച്ചിരുന്നു. കാറിൽ നിന്ന് അർജുൻ പുറത്തേക്കിറങ്ങി. കൂടെ അവന്റെ മാതാപിതാക്കളും. വളരെ മാന്യമായ വസ്ത്രധാരണം, ഇളം നീല ഷർട്ടും ട്രിം ചെയ്ത താടിയും, ഒറ്റ നോട്ടത്തിൽ ആർക്കും ബോധിക്കുന്ന ഒരു ബാംഗ്ലൂർ ടെക്കി ലുക്ക്. ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രം സ്വന്തമായുള്ള ഒരു സാമ്രാജ്യം വിലയ്ക്ക് വാങ്ങാൻ വന്നതുപോലെയുള്ള ആ ഗമ അർജുന്റെ അച്ഛന്റെയും അമ്മയുടെയും നടത്തത്തിലുണ്ടായിരുന്നു. അർജുൻ വളരെ കൂളായിരുന്നു.
സാധാരണ കോർപ്പറേറ്റ് മീറ്റിംഗുകളിലും ഇന്റർവ്യൂ ബോർഡുകളിലും മറ്റുള്ളവരെ ചോദ്യം ചെയ്ത് ശീലമുള്ള ഒരാളുടെ അമിതമായ ആത്മവിശ്വാസം അവന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. സ്വീകരണ മുറിയിലെ പതിവ് നാടകങ്ങൾ തുടങ്ങി. എല്ലാവരും സോഫയിൽ ഇരിപ്പുറപ്പിച്ചു. അനന്യ ഒരു ട്രേയിൽ ചായയുമായി വന്നു. ചായ കുടിക്ക് അകമ്പടിയായി പെണ്ണുകാണൽ വേദികളിലെ ദേശീയ ഔദ്യോഗിക വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കപ്പെട്ടു. ബാംഗ്ലൂരിലെ ട്രാഫിക്, IT ഫീൽഡിലെ വർക്ക് പ്രഷർ, നാട്ടിലെ കാലാവസ്ഥ. ഇടയ്ക്കെപ്പോഴോ വളരെ കാഷ്വലായി അർജുന്റെ ഫ്ളാറ്റിന്റെ സ്ക്വയർ ഫീറ്റ് കണക്കുകളും അവന്റെ കുടുംബം അവിടെ അവതരിപ്പിച്ചു. ട്രാഫിക് ജാമും കാലാവസ്ഥയും കഴിഞ്ഞാൽ പിന്നെ എന്ത് സംസാരിക്കണമെന്നറിയാതെ ഇരു കൂട്ടരും പരുങ്ങി. അപ്പോഴാണ് ലക്ഷ്മി താൻ കാലത്തു മുതൽ പഠിച്ചുവെച്ച ആ ഡയലോഗ് വലിയൊരു ചിരിയോടെ, എന്നാൽ ഉള്ളിലെ പരിഭ്രമം മറച്ചുവെച്ചുകൊണ്ട് അവതരിപ്പിച്ചത്. എന്നാൽ പിന്നെ കുട്ടികൾ പരസ്പരം സംസാരിക്കട്ടെ അല്ലേ? 28-30 വയസ്സുള്ള ആ കുട്ടികൾ പരസ്പരം നോക്കി. അവരിരുവരും എഴുന്നേറ്റ് മുകളിലത്തെ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ അവർക്കായി 2 കസേരകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരിരുന്നു. വൈകുന്നേരത്തെ ഇളം കാറ്റുണ്ടായിട്ടും അവർക്കിടയിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. എങ്ങനെ തുടങ്ങണം എന്നറിയാത്തതിന്റെ ആ ബുദ്ധിമുട്ട് രണ്ടുപേർക്കുമുണ്ടായിരുന്നു. എങ്കിലും ഒരു പുരുഷൻ എന്ന നിലയിലും ലോകം കണ്ടൊരു പ്രൊഫഷണൽ എന്ന നിലയിലും ആ നിശബ്ദത ഭേദിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് അർജുന് തോന്നി. തന്റെ ഏറ്റവും മികച്ച സുമുഖനായ ചെറുപ്പക്കാരന്റെ ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു, "സോ അനന്യ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. തന്നെ കുറിച്ച് പറയൂ." തികച്ചും ഒരു HR ചോദ്യം. അനന്യ കസേരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. അവളുടെ മുഖത്ത് കുസൃതി നിറഞ്ഞൊരു ചെറുചിരി വിടർന്നു. അവൾ കയ്യിലിരുന്ന ആ ഫയൽ തുറന്നു. "തീർച്ചയായും ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്." അർജുൻ ഒന്ന് അമ്പരന്നു. അവൻ കണ്ണു ചിമ്മി. "ചോദ്യങ്ങളോ?" "അതെ, സ്ട്രക്ചേർഡായ കുറച്ച് ചോദ്യങ്ങൾ." അനന്യ വളരെ ശാന്തമായി പറഞ്ഞു. "പേടിക്കണ്ട, ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല." വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അർജുന് തന്റെ കംഫർട്ട് സോൺ നഷ്ടപ്പെടുന്നതായി തോന്നി. ഇന്റർവ്യൂ ബോർഡിൽ പെട്ടെന്ന് സിലബസിന് പുറത്തുനിന്ന് ഒരു ചോദ്യം വന്നതുപോലെ പതുക്കെ പതുക്കെ അവന്റെ ആത്മവിശ്വാസം ചോർന്നു പോകുകയായിരുന്നു. അനന്യ വളരെ ശാന്തമായി തന്റെ മടിയിലിരുന്ന ആ ഫയൽ തുറന്നു. കയ്യിലൊരു പേനയും എടുത്തു. "ഒന്നാമത്തെ ചോദ്യം," അവൾ തുടങ്ങി. "കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ ജോലിസ്ഥലം എവിടെയാണോ അവിടേക്ക് ഭാര്യ തന്റെ ജോലിയും ഉപേക്ഷിച്ച് പൂർണ്ണമായും മാറി താമസിക്കണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?" അർജുൻ ഒന്ന് റിലാക്സ് ചെയ്തു. ഇതൊരു വളരെ എളുപ്പമുള്ള ചോദ്യമാണല്ലോ എന്ന ഭാവം അവന്റെ മുഖത്തുണ്ടായിരുന്നു. ഇന്റർവ്യൂ ബോർഡിൽ ആദ്യത്തെ ചോദ്യം തന്നെ സിമ്പിൾ ആകുമ്പോഴുള്ള ഒരു ആശ്വാസം. "അതിപ്പോ," അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ ബാംഗ്ലൂരിലാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭാര്യ അങ്ങോട്ട് മാറേണ്ടി വരുമല്ലോ." അനന്യ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. "ഒരു ഉദാഹരണത്തിന്, നാളെ എനിക്ക് കൊച്ചിയിൽ റീജിയണൽ ഹെഡായി പ്രൊമോഷൻ കിട്ടുന്നു എന്ന് കരുതുക. അതും നിങ്ങളെക്കാൾ ഉയർന്ന ശമ്പളത്തിൽ. അങ്ങനെ വന്നാൽ?" അർജുൻ പെട്ടെന്നൊന്ന് നിശബ്ദനായി. അവൻ പഠിച്ചുവെച്ച സിലബസിൽ ഈ ചോദ്യമില്ലായിരുന്നു. അവനൊന്ന് പരുങ്ങി. അത് സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും." "എന്ത് സാഹചര്യം?" അനന്യ വിട്ടില്ല. "നമ്മുടെ കുടുംബത്തിന്റെ മുൻഗണനകൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്." "അതുകൊണ്ട് കൃത്യമായി എന്താണ് അർത്ഥമാക്കുന്നത്?" ഒരു HR മാനേജറുടെ കൂർമ്മതയോടെ അനന്യ ചോദിച്ചു. അർജുൻ ആ ചോദ്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ യഥാർത്ഥ ചിന്താഗതിയിലേക്ക് വീണു. "അതായത്, ഒരു പ്രാക്ടിക്കൽ വശം ചിന്തിച്ചു നോക്കിയാൽ എപ്പോഴും ഭർത്താവിന്റെ കരിയറിനല്ലേ നമ്മൾ കൂടുതൽ പരിഗണന നൽകേണ്ടത്?" അനന്യ ഒന്നും മിണ്ടിയില്ല. അവൾ കയ്യിലിരുന്ന പേന കൊണ്ട് ആ ഫയലിൽ എന്തോ കുറിച്ചിട്ടു. തന്നെ ആരോ മാർക്കിട്ട് വിലയിരുത്തുന്നതുപോലെ അർജുന് ആദ്യമായി തോന്നി. അവന്റെ ഈഗോയിൽ ആ പേനത്തുമ്പ് ചെറുതായി കൊള്ളുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, അനന്യ വീണ്ടും തുടർന്നു. "നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി രണ്ടുപേരിൽ ആരാണ് കരിയറിലൊരു ബ്രേക്ക് എടുക്കുന്നത്?" ഇത്തവണ അർജുൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചാണ് ഉത്തരം പറഞ്ഞത്. "അത് നമുക്ക് ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ." അനന്യ പുരികം ചുളിച്ചു. "അതൊരു കൃത്യമായ ഉത്തരമല്ലല്ലോ അർജുൻ." അർജുൻ കസേരയിൽ ഒന്നനങ്ങിയിരുന്നു. എങ്ങനെ ഉത്തരം പറഞ്ഞാലും പെട്ടുപോകുമെന്ന അവസ്ഥ. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ അമ്മമാരല്ലേ ജോലിക്കിടയിൽ ബ്രേക്ക് എടുക്കാറുള്ളത്? അവൻ ചോദിച്ചു. "എന്തുകൊണ്ട്?"
അനന്യയുടെ അടുത്ത ചോദ്യം വെടിയുണ്ട പോലെ വന്നു. അതാണ് അതിന്റെ ഒരു പ്രകൃതം. അതല്ലേ സ്വാഭാവികം? അർജുൻ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആർക്ക് സ്വാഭാവികം? ആ ചോദ്യത്തിനു മുന്നിൽ അർജുന് പെട്ടെന്നൊരു മറുപടി ഉണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകളായി സമൂഹം പഠിപ്പിച്ചു വെച്ച കാര്യങ്ങൾക്കപ്പുറം സ്വന്തമായി ഒരു ലോജിക് അതിലില്ലെന്ന് അവൻ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. അവൻ ഉത്തരം മുട്ടിയിരുന്നു. അനന്യ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വീണ്ടും ഫയലിലേക്ക് നോക്കി രണ്ടാമത്തെ ചോദ്യത്തിനു നേരെയും എന്തോ എഴുതി ചേർത്തു. അനന്യ ഫയലിലെ അടുത്ത പേജിലേക്ക് കടന്നു. അവളൊന്നു ലഘുവായി ശ്വാസമെടുത്ത് അവനെ നോക്കി. നിങ്ങൾക്ക് പാചകം ചെയ്യാൻ അറിയാമോ? അവൾ ചോദിച്ചു. വളരെ ലളിതമായ ചോദ്യം. ഒട്ടും ആലോചിക്കാതെ അർജുൻ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, മാഗി. അവൻ പ്രതീക്ഷിച്ചതുപോലെ അനന്യയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നില്ല. അവൾ ആ ചിരിക്ക് പകരം തികഞ്ഞ ഗൗരവം തന്നെ നിലനിർത്തി. അവൻ പതുക്കെ ചിരി നിർത്തി. നല്ല തിരക്കുള്ള ഒരു വീക്ക് ഡേ. അവൾ ഒരു സിറ്റുവേഷൻ നൽകി. നമ്മൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വീട്ടിൽ തിരിച്ചെത്തുകയാണെങ്കിൽ ആരായിരിക്കും അന്ന് ഭക്ഷണമുണ്ടാക്കുന്നത്? അർജുൻ അല്പം ആശ്വാസത്തോടെ പറഞ്ഞു, അതിനെന്താ, നമുക്ക് പാചകത്തിന് ഒരാളെ നിർത്താമല്ലോ. അവരന്ന് വന്നില്ലെങ്കിലോ? അനന്യ വിട്ടില്ല. അർജുൻ തോളൊന്നു കുലുക്കി. നമുക്ക് മാനേജ് ചെയ്യാം. അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അവളുടെ കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അർജുൻ ഒരു നിമിഷം ഒന്ന് നിശ്വസിച്ചു. അവൻ തോൽവി സമ്മതിക്കുന്നതുപോലെ പതുക്കെ പറഞ്ഞു, ശരിയാണ്, ഞാൻ സ്ഥിരമായി പാചകം ചെയ്യാറില്ല. പക്ഷെ എനിക്കത് പഠിക്കാൻ കഴിയും. അനന്യയുടെ മുഖത്ത് ആദ്യമായി യഥാർത്ഥത്തിലുള്ള ഒരു മന്ദഹാസം വിടർന്നു. അതൊരു നല്ല ഉത്തരമാണ്, അവൾ ആത്മാർത്ഥമായി പറഞ്ഞു. ഫയലിൽ എന്തോ ഒന്ന് പോസിറ്റീവായി അവൾ രേഖപ്പെടുത്തുന്നത് അവൻ കണ്ടു. അർജുൻ സീറ്റിൽ അല്പമൊന്ന് റിലാക്സ് ചെയ്തു. ഇന്റർവ്യൂവിൽ ആദ്യമായി തനിക്കൊരു മാർക്ക് കിട്ടിയതിന്റെ സന്തോഷം അവന്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളെ ഭാര്യ നോക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അവൾ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. തീർച്ചയായും, അതിന്റെ ഉത്തരവാദിത്തമല്ലേ? അവൻ ഒട്ടും സംശയിക്കാതെ പറഞ്ഞു. നിങ്ങളുടെ മാത്രം? അനന്യയുടെ ചോദ്യം അവന്റെ ചിന്തകളെ ഒന്ന് കുഴച്ചു. അവൻ അല്പം ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കല്യാണം കഴിയുന്നതോടെ അവളും എന്റെ കുടുംബത്തിന്റെ ഭാഗമാകുകയല്ലേ. നാളെ എന്റെ മാതാപിതാക്കൾക്ക് ഒരു പിന്തുണ ആവശ്യമായി വന്നാൽ നിങ്ങൾ അവരെ നോക്കുമോ? അവൾ വളരെ ശാന്തമായി ചോദിച്ചു. അർജുൻ പരുങ്ങി. അവൻ വാക്ക് തപ്പി. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു പരിധിവരെ. ആ പരിധി എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? ആ ചോദ്യത്തിനു മുന്നിൽ അർജുൻ പൂർണ്ണമായും നിശബ്ദനായി. ഇതൊരു സാധാരണ പെണ്ണുകാണൽ സംസാരമല്ലെന്ന് അവന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒരു ജീവിതം തുടങ്ങുന്നതിനു മുമ്പ് രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പര ബഹുമാനത്തോടെ നടത്തുന്ന വ്യക്തമായൊരു വിലപേശലായിരുന്നു അത്. അവൻ ഇതുവരെ ശീലിച്ചു വന്ന ആൺകോയ്മയുടെ പദവികൾ ഒന്നൊന്നായി ആ ബാൽക്കണിയിൽ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. അനന്യ ആ ഫയൽ പതുക്കെ മടക്കിവെച്ചു. ഇനി ചോദ്യങ്ങൾ ആ പേപ്പറിൽ നിന്നല്ല. അവൾ കസേരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്ന് തന്റെ കണ്ണുകൾ കൊണ്ട് അർജുനെ നേരിട്ട് നോക്കി. ആ നോട്ടത്തിൽ ഒരു HR മാനേജറുടെ പ്രൊഫഷണലിസത്തേക്കാൾ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിന്റെ ഗൗരവമുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാര്യ നിങ്ങളെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ ഈഗോയെ ബാധിക്കുമോ? അവൾ വളരെ ശാന്തമായി ചോദിച്ചു. അർജുൻ ആ ചോദ്യം കേട്ട് അല്പം ശബ്ദമുയർത്തി വളരെ ലഘുവായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു പുരുഷസഹജമായ ആത്മവിശ്വാസം ഒളിപ്പിച്ചു വെക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഹേയ്, ഇല്ല, അതിലെന്തിരിക്കുന്നു? അതെന്തിനാ എന്നെ ബാധിക്കുന്നത്? അനന്യയുടെ മുഖത്തെ ഗൗരവം ഒട്ടും മാറിയില്ല. അവൾ അവനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. സത്യസന്ധമായി മറുപടി പറയുക അർജുൻ. എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരമല്ല എനിക്ക് വേണ്ടത്. ആ വാക്കുകൾ അർജുന്റെ ആത്മവിശ്വാസത്തെ ഒന്നുലച്ചു. അവൻ അറിയാതെ ഒന്ന് ഉമിനീരിറക്കി. ഇന്റർവ്യൂ ബോർഡിൽ താൻ പഠിച്ചുവെച്ച സ്ഥിരം മറുപടികൾ ഇവിടെ വിലപ്പോവില്ലെന്ന് അവന് വ്യക്തമായി. അവൻ തന്റെ ഉള്ളിലെ യഥാർത്ഥ ചിന്തകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ചിലപ്പോൾ തുടക്കത്തിൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. അവൻ പതുക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷെ ഞാൻ അതുമായി പൊരുത്തപ്പെടും. എന്തുകൊണ്ട് ബുദ്ധിമുട്ടായി തോന്നണം? അനന്യയുടെ അടുത്ത ചോദ്യം ഒട്ടും വൈകിയില്ല. അർജുൻ വീണ്ടും പരുങ്ങി. അവൻ വാക്കുകൾ തിരഞ്ഞു. കാരണം നമ്മുടെ സമൂഹം. അവൻ വാചകം പൂർത്തിയാക്കുന്നതിനു മുമ്പ് തന്നെ അനന്യ ഇടപെട്ടു.
നിങ്ങൾ ജീവിക്കുന്നത് സമൂഹത്തിന്റെ അംഗീകാരം വാങ്ങിയാണോ, അതോ നിങ്ങളുടെ സ്വന്തം ആത്മവിശ്വാസത്തിലാണോ? ആ ചോദ്യം അവൻ പ്രതീക്ഷിച്ചതിലും വളരെ ആഴത്തിലാണ് പതിച്ചത്. ഒരു പുരുഷൻ എന്ന നിലയിൽ കാലാകാലങ്ങളായി താൻ ചുമന്നു നടന്നിരുന്ന ചില അഹങ്കാരങ്ങളുടെയും സമൂഹം പഠിപ്പിച്ചുവിട്ട ചില ബോധ്യങ്ങളുടെയും കടക്കലാണ് അവൾ കത്തിവെക്കുന്നത് എന്ന് അവന് തോന്നി. ആ ചോദ്യത്തിനു മുന്നിൽ അവന് മനഃപ്പാഠമാക്കി വെച്ച യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ പൂർണ്ണമായും നിശബ്ദനായി. ആ ബാൽക്കണിയിൽ അപ്പോൾ കേട്ടിരുന്നത് തണുത്ത കാറ്റിന്റെ ശബ്ദം മാത്രമായിരുന്നു. ആ കാറ്റിനു പോലും ആ നിമിഷത്തിൽ അർജുന്റെ മനസ്സിലെ ആന്തൽ അറിയാമായിരുന്നു. പുറത്ത് ആ ബാൽക്കണിയിൽ അർജുന്റെ ആത്മവിശ്വാസം ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും പതുക്കെ കൊഴിഞ്ഞു വീഴുമ്പോൾ ഈ ഭൂകമ്പങ്ങളൊന്നും അറിയാതെ അകത്തെ സ്വീകരണ മുറിയിൽ മറ്റൊരു നാടകം തികഞ്ഞ ശാന്തതയോടെ നടന്നുകൊണ്ടിരുന്നു. ഇരു കൂട്ടരുടെയും മാതാപിതാക്കൾ പരസ്പരം നോക്കി വളരെ കൃത്രിമമായി എന്നാൽ തികഞ്ഞ മര്യാദയോടെ ചിരിച്ചുകൊണ്ടിരുന്നു. അവരുടെ മനസ്സിൽ ഇപ്പോൾ കല്യാണ മണ്ഡപവും സദ്യയുടെ മെനുവും സ്വർണത്തിന്റെ വിലയും മാത്രമായിരുന്നു. തങ്ങളുടെ മക്കൾക്കിടയിൽ നടക്കുന്ന ആ ഇന്റർവ്യൂവിന്റെ ചൂടോ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ആൺകോയ്മയുടെ സമവാക്യങ്ങളോ അവരറിഞ്ഞിരുന്നില്ല. പക്ഷേ ലക്ഷ്മിക്ക് ഒട്ടും ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. മകളുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ എന്ന ഭയം അവരെ വല്ലാതെ അലട്ടി. അവർ പതുക്കെ കൃഷ്ണന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് വളരെ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. അവളവിടെ വല്ലാതെ ചോദ്യം ചെയ്ത് അവനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവില്ലല്ലോ അല്ലേ? നല്ലൊരു പയ്യനാ. അവളായിട്ട് ഇത് നശിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. അദ്ദേഹം ലക്ഷ്മിയുടെ ഉത്കണ്ഠയെ വളരെ ശാന്തമായി നേരിട്ടു. അവൾ ചോദിക്കട്ടെ ലക്ഷ്മി, അവളെയൊന്ന് വെറുതെ വിട്ടേക്ക്. ആ വാക്കുകൾ ലക്ഷ്മിയെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കി. അവർ വീണ്ടും ആ ബാൽക്കണിയിലെ അടഞ്ഞ വാതിലിലേക്ക് നോക്കി പ്രാർത്ഥനയോടെ ഇരുന്നു. എന്നാൽ അവിടെ ആ വാതിലിനപ്പുറം ആ പെണ്ണുകാണൽ ചടങ്ങിന്റെ ഗതി തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന അവസാനത്തെ അപ്രതീക്ഷിത ചോദ്യത്തിലേക്ക് അനന്യ കടക്കുകയായിരുന്നു. അനന്യ തന്റെ മടിയിലിരുന്ന ആ ഫയൽ പൂർണ്ണമായും മടക്കിവെച്ചു. മേശപ്പുറത്ത് കിടന്ന പേനയും അടച്ചു. ഇനി സിലബസിൽ നിന്നല്ല ചോദ്യം, അവസാനത്തെ ചോദ്യം. അവൾ പറഞ്ഞു, കല്യാണം കഴിഞ്ഞാൽ എന്റെ പേരിന്റെ കൂടെയുള്ള സർനെയിം ഞാൻ മാറ്റുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാകുമോ? അർജുൻ ഒരു നിമിഷം ശരിക്കും സ്തംഭിച്ചുപോയി. ഇതിനു മുമ്പ് ചോദിച്ചതെല്ലാം അവന്റെ സിലബസിന് പുറത്തുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇത് അവന്റെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. അതൊരു പാരമ്പര്യമല്ലേ? അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ആർക്കു വേണ്ടി? അനന്യയുടെ ശബ്ദത്തിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. സമൂഹത്തിന്. അവളുടെ ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി വിടർന്നു. അപ്പോ വീണ്ടും അതേ സമൂഹം. ഇത്തവണ താൻ ശരിക്കും വരിഞ്ഞു മുറുക്കപ്പെടുകയാണെന്ന് അർജുന് തോന്നി. തന്റെ ന്യായീകരണങ്ങളെല്ലാം ഒന്നൊന്നായി പൊളിയുകയാണ്. അവനൊരൽപ്പം ഈഗോയോടെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. നോക്കൂ അനന്യ, നിങ്ങളിത് വല്ലാതെ ഫോർമലാക്കി മാറ്റുകയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ളതല്ലേ? അവൾ അത് പൂർണ്ണമായും സമ്മതിക്കുന്നതുപോലെ തലയാട്ടി. കൃത്യമായി പറഞ്ഞു അർജുൻ, വിട്ടുവീഴ്ചകൾ. പക്ഷേ അത് പരസ്പരമായിരിക്കണം. അവർക്കിടയിൽ വീണ്ടും കനത്ത നിശബ്ദത നീണ്ടുനിന്നു. ആ ബാൽക്കണിയിലെ കാറ്റിനുപോലും ഇപ്പോൾ ഭാരമുള്ളതുപോലെ തോന്നി. ഒടുവിൽ തനിക്കിതുവരെ മനസ്സിലാവാത്ത ആ കാര്യം അവൻ ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. നിങ്ങൾ എന്തിനാണ് ഇതൊരു ഇന്റർവ്യൂ പോലെ നടത്തുന്നത്? അവൾ വളരെ ശാന്തമായി എന്നാൽ തലമുറകളായി പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു ഭാരം മുഴുവൻ ഉൾക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു. കാരണം എല്ലാ ദിവസവും ഇവിടെ പെൺകുട്ടികൾ വിലയിരുത്തപ്പെടുകയാണ്. അവരുടെ നിറം, പൊക്കം, ഭാരം, ശമ്പളം, പാചകം ചെയ്യാനുള്ള കഴിവ്, ജാതകം, അങ്ങനെ ഓരോന്നും അളന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു തുല്യമായ വിലയിരുത്തൽ വേണമായിരുന്നു. അത്രയേ ഉള്ളൂ. ആ വാക്കുകളിലെ സത്യത്തിന് മുന്നിൽ വെക്കാൻ അർജുന്റെ കയ്യിൽ യാതൊരു പ്രതിരോധവും ഉണ്ടായിരുന്നില്ല. നൂറുകണക്കിന് കോർപ്പറേറ്റ് മീറ്റിംഗുകളിൽ വാദിച്ചു ജയിച്ച ആ ചെറുപ്പക്കാരൻ ആ നിമിഷത്തിൽ പൂർണ്ണമായും നിശബ്ദനായിപ്പോയി. ഏകദേശം 3/4 മണിക്കൂർ നീണ്ട ആ ബാൽക്കണി സെഷന് ശേഷം ഇരുവരും തിരികെ താഴേക്ക് വന്നു. പുറത്തെ ആ വലിയ ഇന്റർവ്യൂവിന്റെ ചൂടൊന്നും അകത്തെ മുറിയിൽ ആരും അറിഞ്ഞിരുന്നില്ല. അവരുടെ വരവും കാത്ത് എല്ലാം ശുഭകരമായി അവസാനിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഇരു കുടുംബങ്ങളും ഇരുന്നിരുന്നത്. അവർ താഴേക്ക് വന്നതും അർജുന്റെ അമ്മയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിടർന്നു. തികഞ്ഞ മധുരത്തോടെ എല്ലാം ഉറപ്പിച്ച മട്ടിൽ അവർ ചോദിച്ചു, എന്തായി? കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടോ? മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അപ്പോൾ അനന്യയിലായിരുന്നു. ലക്ഷ്മി ശ്വാസം അടക്കി പിടിച്ച് മകളെ നോക്കി.
അവൾ വീണ്ടും എന്തെങ്കിലും കുളമാക്കുമോ എന്ന ഭയം ആ നോട്ടത്തിലുണ്ടായിരുന്നു. വളരെ ശാന്തമായി, എന്നാൽ എല്ലാവർക്കും കേൾക്കാൻ പാകത്തിൽ അനന്യ പറഞ്ഞു, അർജുൻ വളരെ ബുദ്ധിമാനാണ്, നല്ലൊരു വ്യക്തിയുമാണ്. പക്ഷേ ഞങ്ങളുടെ ചിന്താഗതികൾ തമ്മിൽ ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വലിയ സ്വീകരണ മുറിയിൽ പെട്ടെന്ന് ഒരു കനത്ത നിശബ്ദത വീണു. ഒരു സെക്കൻഡ് മുമ്പ് വരെ ആ മുറിയിലുണ്ടായിരുന്ന സന്തോഷവും പ്രതീക്ഷയും എങ്ങോട്ടോ മാഞ്ഞുപോയി. ലക്ഷ്മിയുടെ മുഖത്തെ ചോര വാർന്നു പോയതുപോലെ തോന്നി. അവർക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാനായില്ല. അർജുൻ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. ഇതുവരെ നടന്നതെല്ലാം അവൻ കേട്ടിരുന്നെങ്കിലും ഈ മറുപടി ഇത്ര പരസ്യമായി, ഇത്ര ധൈര്യത്തോടെ അവൾ പറയുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവന് തന്റെ ഈഗോ വല്ലാതെ മുറിവേറ്റതുപോലെ തോന്നി. ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അർജുന്റെ അച്ഛൻ പതുക്കെയൊന്ന് തൊണ്ടയനക്കി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. അതിന് എന്താണ് കാരണമെന്ന് ഞങ്ങൾക്കൊന്നറിയാമോ? അനന്യയ്ക്ക് ഒരു നിമിഷം വേണ്ടിയിരുന്നില്ല ആലോചിക്കാൻ. അവൾ ഒട്ടും മടിച്ചില്ല. കാരണം ഞാൻ എന്റെ ജീവിതം ജീവിക്കാൻ മറ്റൊരാളുടെ അനുവാദം ചോദിക്കുകയല്ല. ഞാൻ നോക്കുന്നത് തുല്യമായൊരു പാർട്ട്ണർഷിപ്പാണ്. പക്ഷേ അർജുൻ ഇപ്പോഴും തുല്യതയെക്കുറിച്ച് ഒരു വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പൊട്ടിത്തെറിയായിരുന്നില്ല. ദേഷ്യത്തോടെയോ ധിക്കാരത്തോടെയോ പറഞ്ഞതുമായിരുന്നില്ല. വളരെ ശാന്തമായ, അളന്നു മുറിച്ച, എന്നാൽ അന്തിമമായ തീരുമാനമായിരുന്നു അത്. ആ വാക്കുകൾക്ക് മുന്നിൽ വാദിക്കാൻ അവിടെ ആർക്കും കഴിഞ്ഞില്ല. അർജുൻ അപ്പോൾ തോന്നിയത് അപമാനമല്ലായിരുന്നു. ഒരു പുരുഷനെന്ന നിലയിലുള്ള തന്റെ സ്വാഭാവികമായ അഹങ്കാരമല്ല അവനിൽ ഇപ്പോൾ ഉണർന്നത്. പകരം ജീവിതത്തിൽ ആദ്യമായി തികച്ചും അപരിചിതമായൊരു തിരിച്ചറിവായിരുന്നു അവനുണ്ടായത്. താൻ പഠിച്ചുവെച്ച ശരികൾക്കപ്പുറം തന്റെ ചിന്തകൾക്ക് എവിടെയോ വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന ബോധം അവനിൽ പതുക്കെ വേരുറപ്പിക്കുകയായിരുന്നു. വലിയൊരു നിശബ്ദതയെയും പേറിക്കൊണ്ട് ആ വെള്ള SUV ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. എന്നാൽ വീടിനുള്ളിൽ ഇതുവരെ അടക്കി നിർത്തിയിരുന്ന ടെൻഷൻ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുകയായിരുന്നു. കാർ കണ്ണിൽ നിന്നും മറഞ്ഞതും ലക്ഷ്മിയുടെ സങ്കടം ദേഷ്യമായി പുറത്തുവന്നു. എന്തായിരുന്നടി അവനൊരു കുഴപ്പം? എന്തിനാ നീ ഇത് കുളമാക്കിയത്? ലക്ഷ്മി പൊട്ടിത്തെറിച്ചു. കൈ നിറയെ ശമ്പളമുള്ള നല്ല ജോലി, പേരും പ്രശസ്തിയുമുള്ള നല്ലൊരു കുടുംബം, ഇതിൽ കൂടുതൽ എന്താടി നിനക്ക് വേണ്ടത്? അനന്യ വളരെ ശാന്തമായി ചെന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു. അവരുടെ ദേഷ്യത്തെ തന്റെ സ്നേഹം കൊണ്ട് തണുപ്പിക്കാൻ അവൾ ശ്രമിച്ചു. അമ്മേ, അർജുൻ നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ ഒരു തുല്യമായ പങ്കാളിത്തത്തിന് അവൻ ഇതുവരെ പക്വത നേടിയിട്ടില്ല, അത്രയേ ഉള്ളൂ. കൃഷ്ണൻ അവർക്കരികിൽ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. അനന്യയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹം പതുക്കെ ചോദിച്ചു, നീ എന്താണ് അവനോട് ചോദിച്ചത്? അനന്യ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫയൽ അച്ഛന് നേരെ നീട്ടി. അദ്ദേഹം അത് വാങ്ങി. അതിലെ ഓരോ വരികളിലൂടെയും ആ ചോദ്യങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ കണ്ണുകൾ സാവധാനം സഞ്ചരിച്ചു. ആ വരികൾ വായിച്ചു തീർന്നതും അദ്ദേഹത്തിന്റെ മുഖത്തെ ഗൗരവം മാറി ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി വിടർന്നു. എന്നിട്ട് വളരെ പതുക്കെ ആഴമേറിയ ഒരു തിരിച്ചറിവോടെ അദ്ദേഹം പറഞ്ഞു, 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്റെ അമ്മയോട് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യങ്ങളാണ് മോളെ നീ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ആ വാക്കുകൾ കേട്ട് ലക്ഷ്മി അമ്പരപ്പോടെ തന്റെ ഭർത്താവിനെ നോക്കി. ആ നിമിഷം അവരുടെ സങ്കടവും ദേഷ്യവും എങ്ങോട്ടോ മാഞ്ഞു പോയിരുന്നു. തന്റെ ഭർത്താവിന്റെ ആത്മഗതത്തിനു മുന്നിൽ അവർ നിശബ്ദയായി. കൃഷ്ണൻ ആ ഫയൽ ഭദ്രമായി മടക്കി മേശപ്പുറത്തു വെച്ചു. എന്നിട്ട് ലക്ഷ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ദൃഢതയോടെ പറഞ്ഞു, ലക്ഷ്മി, നമ്മുടെ മോൾ വിവാഹത്തെയല്ല വേണ്ടെന്ന് വെച്ചത്. അവൾ വേണ്ടെന്ന് വെച്ചത് അസമത്വത്തെയാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം തികച്ചും അപ്രതീക്ഷിതമായ ഒന്നാണ് സംഭവിച്ചത്. അനന്യയുടെ ഫോണിലേക്ക് അർജുന്റെ കോൾ വന്നു. നമുക്ക് ഒന്നുകൂടി കാണാമോ? അവൻ ചോദിച്ചു. അനന്യ സമ്മതിച്ചു. കൊച്ചിയിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ ഒരു കഫേയിലായിരുന്നു അവർ കണ്ടുമുട്ടിയത്. ഇത്തവണ അർജുന്റെ കയ്യിൽ ചെറിയൊരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അവൾ അന്ന് ബാൽക്കണിയിൽ വെച്ച് തുറന്ന ആ ഫയലിന് പകരമെന്നോണം. ഇനി എന്റെ ഊഴമാണ്, അവൻ പറഞ്ഞു. അനന്യ ഒരൽപ്പം കൗതുകത്തോടെ പുരികം ചുളിച്ചു. അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. അവൻ വളരെ സത്യസന്ധമായി തുറന്നു സമ്മതിച്ചു. പക്ഷേ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി. കോർപ്പറേറ്റ് ലോകത്തെ 100 കണക്കിന് ഇന്റർവ്യൂകൾ ഞാൻ അനായാസം ജയിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ അമ്പേ തോറ്റുപോയി. അനന്യ ഒന്നും മിണ്ടാതെ അവനെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. വാക്കുകളിൽ മാത്രമായിരുന്നു എന്റെ പുരോഗമനം. ഞാൻ വളർത്തപ്പെട്ട സാഹചര്യങ്ങളിലോ
എന്റെ ചിന്തകളിലോ ആ മാറ്റമുണ്ടായിരുന്നില്ല. അന്ന് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി. അവൻ തന്റെ കയ്യിലിരുന്ന നോട്ട്ബുക്ക് തുറന്നു. ഞാൻ പാചക ക്ലാസുകളിൽ ചേർന്നു. മാത്രമല്ല, കല്യാണം കഴിഞ്ഞാലുള്ള ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ഞാൻ എന്റെ അച്ഛനമ്മമാരോട് സംസാരിക്കുകയും ചെയ്തു. അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഒരു HR മാനേജറുടെ സൂക്ഷ്മതയോടെ, എന്നാൽ അതിനേക്കാളേറെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പുരുഷനെ കാണുന്നതിന്റെ കൗതുകത്തോടെ അനന്യ അവനെ നിരീക്ഷിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഒരു ഭാര്യയല്ല എനിക്കിനി വേണ്ടത്. എന്റെ തെറ്റായ ബോധ്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു പങ്കാളിയെയാണ്. മേശയ്ക്കിരുവശത്തും വീണ്ടും നിശബ്ദത പരന്നു. കഫേയിലെ പാട്ടിന്റെ നേരിയ ശബ്ദം മാത്രം അവർക്കിടയിൽ ഒഴുകി നടന്നു. ഈ പറയുന്നതെല്ലാം എന്റെ മുന്നിൽ വാദിച്ച് ജയിക്കാൻ വേണ്ടിയാണോ? ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൾ വളരെ ശാന്തമായി ചോദിച്ചു. അല്ല, അവൻ ഉടനെ മറുപടി നൽകി. ജീവിതത്തിൽ എനിക്കുണ്ടാവേണ്ട വളർച്ച നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പറയുന്നതാണ്. ആ വാക്കുകൾ കേട്ടതും അനന്യയുടെ ചുണ്ടിൽ നേരിയൊരു ചിരി വിടർന്നു. അവൾ അവനെ നോക്കി പറഞ്ഞു, ആദ്യമായിട്ടാണ് സമൂഹത്തെ കൂട്ടുപിടിക്കാതെ അർജുൻ സ്വന്തമായി ഒരു മറുപടി പറയുന്നത്. ആഴ്ചകൾക്ക് ശേഷം ആ ആലോചനയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് അന്ന് അർജുന് നിരസിക്കാനുണ്ടായ ആ യഥാർത്ഥ കാരണം അനന്യ വെളിപ്പെടുത്തിയത്. അതൊരിക്കലും പാചകത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നില്ല. സർനെയും മാറ്റുന്നതിനെക്കുറിച്ചുള്ള വിയോജിപ്പുമായിരുന്നില്ല. ആ ബാൽക്കണിയിലിരുന്ന് വളരെ ലാഘവത്തോടെ അവൻ പറഞ്ഞ ആ ഒരൊറ്റ വാചകമായിരുന്നു അതിന് കാരണം. സാധാരണയായി അമ്മമാരല്ലേ ജോലിക്കിടയിൽ ബ്രേക്ക് എടുക്കാറുള്ളത്? ആ ഒരൊറ്റ വാക്ക് സാധാരണയായി. നൂറ്റാണ്ടുകളായി സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വ്യവസ്ഥിതികളുടെ മുഴുവൻ ഭാരവും ആ ഒറ്റ വാക്കിലുണ്ടായിരുന്നു. അന്ന് അവൾ നിരസിച്ചത് അർജുൻ എന്ന വ്യക്തിയെ ആയിരുന്നില്ല. പെൺകുട്ടികൾ അനുസരിക്കേണ്ടതാണ്, അവർ വിട്ടുവീഴ്ച ചെയ്യേണ്ടവരാണ് എന്ന് കാലാകാലങ്ങളായി സമൂഹം നിശ്ചയിച്ചു വെച്ച ആ സാധാരണത്വത്തെ ആയിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം വിവാഹ ക്ഷണക്കത്തുകൾ അച്ചടിച്ചു വന്നിരുന്നു. പക്ഷേ ബന്ധുക്കൾ പ്രതീക്ഷിച്ച ആ പഴയ അച്ചിലിട്ട കാർഡുകളായിരുന്നില്ല അത്. അതിൽ പിതാവ് കന്യാദാനം ചെയ്യുന്ന മകൾ എന്നില്ലായിരുന്നു. ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന പതിവ് വാചകങ്ങളും ഇല്ലായിരുന്നു. പകരം 2 പേരുടെയും പേരുകൾക്ക് താഴെ വളരെ ലളിതമായി ഇങ്ങനെ എഴുതിയിരുന്നു: അനന്യ കൃഷ്ണനും അർജുൻ മേനോനും തങ്ങളുടെ ഈ പങ്കാളിത്തം ആഘോഷിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കൊച്ചിയിലെ വെഡ്ഡിംഗ് റിസപ്ഷന്റെ തിരക്കുകൾക്കിടയിലാണ് അർജുന്റെ ഒരു കസിൻ വേദിയിലേക്ക് കയറി വന്നത്. അയാൾ സദസ്സിലുള്ളവർ കേൾക്കാൻ പാകത്തിൽ ഉറക്കെ ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു, എന്തായാലും ആദ്യം തന്നെ ഇന്റർവ്യൂ ഒക്കെ നടത്തി നിയമിച്ചതല്ലേ? അപ്പോ അർജുൻ, നിനക്ക് ഭാര്യയെ വലിയ പേടിയാണല്ലേ? സദസ്സിൽ ചിലർ അത് കേട്ട് ചിരിച്ചു. എന്നാൽ അർജുന്റെ മുഖത്ത് യാതൊരു പതർച്ചയും ഉണ്ടായിരുന്നില്ല. 6 മാസം മുൻപ് ബാൽക്കണിയിൽ പരുങ്ങി നിന്ന ആ പഴയ അർജുൻ ആയിരുന്നില്ല അവൻ. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവൻ മറുപടി പറഞ്ഞു, അല്ല ചേട്ടാ, എനിക്ക് പേടിയല്ല. എനിക്ക് തുല്യയായ ഒരാളെ ജീവിതത്തിൽ കിട്ടിയതിൽ വലിയ അഭിമാനമാണ്. അഭിമാനം കലർന്ന ഒരു പുഞ്ചിരിയോടെ അനന്യ അവന്റെ കൈകളിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. ചടങ്ങുകൾക്ക് ശേഷം രാത്രി അവർ വീട്ടിലെത്തി. മാസങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ആ ഇന്റർവ്യൂ നടന്ന അവരുടെ വീട്ടിലെ അതേ ബാൽക്കണി ഇന്ന് വർണ്ണവിളക്കുകളാൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. തിരക്കുകളെല്ലാം ഒഴിഞ്ഞപ്പോൾ ലക്ഷ്മി ബാൽക്കണിയിലേക്ക് വന്നു. അവരുടെ മുഖത്ത് ഇപ്പോൾ ഒരമ്മയുടെ വലിയ അഭിമാനമുണ്ടായിരുന്നു. അവർ മകളെ ചേർത്തു പിടിച്ച് കാതിൽ മന്ത്രിച്ചു. അന്ന് ഈ ബാൽക്കണിയിൽ വെച്ച് നീ നിരസിച്ചത് ഒരു ചെറുക്കനെയല്ലായിരുന്നു മോളെ. അനന്യ ദൂരെ നക്ഷത്രങ്ങളുള്ള ആകാശത്തേക്ക് നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അതെ അമ്മേ, ഞാൻ അന്ന് ഇന്റർവ്യൂ ചെയ്തത് ഒരു ചിന്താഗതിയെ ആയിരുന്നു. മാസങ്ങൾക്ക് ശേഷം അവരുടെ വിവാഹത്തിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഏതോ ഒരു ബന്ധു പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതിന് നൽകിയിരുന്ന തലക്കെട്ട് ഇതായിരുന്നു: വരനെ ഇന്റർവ്യൂ ചെയ്ത വധു. ആ വീഡിയോയ്ക്ക് താഴെ ചെറുപ്പക്കാരായ പെൺകുട്ടികളുടെ കമന്റുകൾ വന്ന് നിറഞ്ഞു. ഒടുവിൽ ആ മാറ്റം വന്നിരിക്കുന്നു. ഇതാണ് റിയൽ ലൈഫ് ഗോൾസ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. പല അമ്മമാരും ഒരു തരം നിശബ്ദമായ സന്തോഷത്തോടെ അത് പരസ്പരം ഷെയർ ചെയ്തു. അച്ഛന്മാർ ആഴത്തിലുള്ള ചിന്തകളോടെ ആ വീഡിയോ നോക്കിക്കണ്ടു. അതേസമയം കൊച്ചിയിലെ മറ്റേതോ വീട്ടിലിരുന്ന് മറ്റൊരു പെൺകുട്ടി തന്റെ ലാപ്ടോപ്പിൽ നിന്നും പുതിയൊരു ഫയൽ പ്രിന്റ് എടുക്കുകയായിരുന്നു. കാരണം എംപവർമെന്റ് എന്നത് എപ്പോഴും ഉച്ചത്തിൽ ശബ്ദമുയർത്തേണ്ട ഒന്നല്ല. അത് ചില ചോദ്യങ്ങൾ ചോദിക്കുക കൂടിയാണ്. എന്നിട്ട്
തികച്ചും സത്യസന്ധമായ ഉത്തരങ്ങൾക്കായി ശാന്തമായി കാത്തിരിക്കും.